ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദി ലൈമാൻ ഗെയിമിംഗ്. ലാസ്റ്റ് ഡേ ഓൺ എർത്ത് ഗെയിമാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ ലാസ്റ്റിലത്തെ ഫാമിങ്ങിന് ശേഷം നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട് അതെല്ലാം ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയ വെപ്പൺ എല്ലാം വെക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ചാർക്കോൾ. ആക്ച്വലി ഇതോടെ വെച്ചു. കട്ട തിരിച്ചെടുത്തു. നമ്മൾ ഇതോടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വെപ്പൺ ബോക്സിൽ ഇത്രയും സാധനം ഇറക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചു. വെള്ളം, സിഗരറ്റ് ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട്. ആണി കളക്ട് ചെയ്തു. അതിനോ ബെട്ട, നീ വിശപ്പിലാണെന്നറിയാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നു സ്റ്റീക്ക്, ജ്യൂസി സ്റ്റേക്ക് കഴിച്ചു. എൻ്റെ വിശപ്പ് മാറിയ? ഇല്ല, മാറിയിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു, പോയി അടിക്കുന്നു ഒരു പ്ലേറ്റ്. ഇല്ല, സോറി, നമ്മളവിടെ പോയിട്ട് കഴിക്കുന്നു ഒരു പ്ലേറ്റ് സ്റ്റേക്ക് കൂടി കഴിക്കുന്നു. അടുത്തൊരു പ്ലേറ്റ് സ്റ്റേക്ക് കഴിക്കുന്നു. ഓക്കെ, 100% ആയിട്ടുണ്ട്. ഇപ്പോൾ വിക്ടറിൻ്റെ വിശപ്പ് മാറി. ഇനി കുറച്ച് വെള്ളമാക്കാം, വെള്ളം കുടിക്കാം. ഓക്കെ, ആയിക്കോട്ടെ, പരാതിയില്ല. നമ്മൾ നേരെ റെയിൻ ക്യാച്ചറിലോട്ട് പോകുന്നു. നമുക്കവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന കുപ്പി പ്ലേസ് ചെയ്യുന്നു. നമ്മൾ തിരിച്ച് വന്നിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ പ്ലേസ് ചെയ്യുന്നു. ഇത് പിന്നെ ഈ ഒരു പിന്ന്, ഈ ബെൽറ്റ്, USB പറ്റില്ല, ടയർ പറ്റില്ല. ആക്ച്വലി ടയർ പറ്റില്ല, USB ചെയ്തു. ഇനിയുള്ളത് ആണി കട്ട. ഓക്കെ, ഇവിടെ നമ്മളിത് കൊടുത്തു. ടയർ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓൾറെഡി നമ്മളെ ഒരു ടയർ ഉണ്ടെന്ന് തോന്നുന്നു. സോ ടയർ ഇല്ല. യെസ്, ടയർ ഉണ്ട്. ആക്ച്വലി അത് രണ്ടും ഒരേ സമയം കൊടുക്കാനേ പറ്റും. അല്ലേ, സോറി, ഒരു സ്ഥലത്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, ആയിക്കോട്ടെ, ടയർ കൊടുത്തു. ഇനി നമുക്ക് വേണ്ടിയത് ആർമർ എക്യുപ്പ് ചെയ്തു. സോറി, ഇത് തന്നെ യൂസ് ചെയ്യാം. എന്തായാലും പോവല്ലേ, അത് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് നമുക്കെന്തോ ഒരു ഐറ്റം ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ സാധനം നമുക്ക് ബോക്സിനെടുക്കും. ഓ, ഗ്ലോക്ക്. ഇത് നല്ലൊരു ഗണ്ണാണ്. ഇനിയുള്ളത് മെഡിസിൻസ്. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ മെഡിസിൻ ഉണ്ട്, ബാഗുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഓൾ റെസിപ്പീസ് മെയിൽസ് ചെയ്ത് കിട്ടും. ഓക്കെ, കിട്ടാം. ക്രാഫ്റ്റ് ആൻഡ് അയൺ ഹാച്ചറ്റ് ക്രാഫ്റ്റ് ചെയ്യുക. നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രാഫ്റ്റ് റീഇൻഫോഴ്സ്ഡ് ഷർട്ട്, ക്രാഫ്റ്റ് റീഇൻഫോഴ്സ്ഡ് ട്രൗസേഴ്സ്, ക്രാഫ്റ്റ് റീഇൻഫോഴ്സ്ഡ് സ്നീക്കേഴ്സ്. അത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നോക്കി നോക്കാം. ഷർട്ട് ചെയ്യുക, പാൻറ് ചെയ്യുക, സ്നീക്കേഴ്സ് ചെയ്യുക. സോ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയില്ലേ? മൈക്കോട്ട് റീഇൻഫോഴ്സ്ഡ് ഷർട്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതായിരുന്നു, മാറിപ്പോയി. ക്രാഫ്റ്റ് ചെയ്തു. റീഇൻഫോഴ്സ്ഡ് സ്നീക്കേഴ്സ്, യെസ്. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തത് മുഴുവൻ ഇവിടെ എവിടെയെങ്കിലും വെക്കണ്ടേ? സോ ഇതൊന്നും വെക്കാൻ സ്ഥലമില്ല. ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും നോക്കിക്കോട്ടെ. പെട്ടി പക്ഷേ സ്ഥലം മാറ്റേണ്ടിയിരിക്കുന്നു. പെട്ടിയുടെ സ്ഥലം മാറ്റണം.
അപ്പോൾ ഇതിൻ്റെ ഫ്ലോർ ഒന്ന് റെഡിയാക്കണം. ഫ്ലോറ് അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, ലെവൽ 2 ആയി. ഗുഡ്. ക്ലോസ് ചെയ്തു. ഈ സാധനം അപ്ഗ്രേഡ് ചെയ്തു. അപ്ഗ്രേഡ്. വാവ്, ലോട്ട് ഓഫ് സ്പേസ്. ആക്ച്വലി അത് കൊള്ളാം. ഒരുപാട് സ്പേസുള്ളൊരു പെട്ടിയെ കിട്ടി. ഗുഡ് പെട്ടി. നമ്മൾ ഫ്ലോറൊക്കെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അപ്ഗ്രേഡ്, 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 അപ്ഗ്രേഡ്. ഓക്കെ, സോ ഓൾമോസ്റ്റ് നമ്മുടെ വീടിൻ്റെ ഫ്ലോറെല്ലാം അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. സോ ഇറ്റ് ലുക്സ് നൈസ്. യെസ്, തറ പണി കഴിഞ്ഞു. ഇത് ഓക്കെയാണ്. ഇത് ലുക്സ് ഓക്കെയാണ്. ശരി, ക്യാൻസൽ. നമുക്കൊരുപാട് അയൺ ഓറുകൾ ആവശ്യമായിട്ട് വരും എന്നാണ് തോന്നുന്നത്. ബിക്കോസ് എല്ലാത്തിനും ഇപ്പോൾ ഇത് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. Okay, so let's add some things. This one 20 ഇട്ടാൽ 10 കട്ട കിട്ടും. ഓക്കെ, സോ ഇത്രയും സാധനങ്ങൾ ക്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചെടുത്തു. ഇവിടെ അല്ല, ഇവിടെ. ഗുഡ്, 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 ഗുഡ്. ഓക്കെ, സോ നമുക്കിനി പോയിട്ട് റീഇൻഫോഴ്സ്ഡ് ഒരു ജാക്കറ്റ് എക്വിപ്പ് ചെയ്യാം. ആക്ച്വലി വലിയ പ്രശ്നമുണ്ടെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യാം. കുറച്ചുകൂടെ തീരാനുണ്ടത്. ഇനി വേണ്ടിയത് ഹെഡ് ഔട്ട് ടു ദ ഫാം. ഫാമിൽ ചെന്നു, ഇത് കളക്ട് ചെയ്തു. ഹെഡ് ഔട്ട് ടു ദ ഫാം എന്ന് പറയുമ്പോൾ ഇത് തന്നെ ആയിരിക്കില്ലേ ഉദ്ദേശിച്ചത്? കവി ഉദ്ദേശിച്ചത് ഇത് തന്നെയല്ലേ? ക്യാരറ്റ്, സോറി, ക്യാരറ്റ് ഇവിടെയാണ് ഇടേണ്ടത്. ക്യാരറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം. സ്റ്റേക്ക് അവിടെ വയ്ക്കാം. ക്യാരറ്റ്, ഗുഡ്. റിവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് കിറ്റ്, വെപ്പൺ ക്രേറ്റ്. വെപ്പൺ ക്രേറ്റ് എന്താ ഐറ്റം? ഇത് സ്വിങ് ടേബിള്, ഇത് ആവശ്യമായിട്ടുണ്ട്. ഇത് മേക്ക് ഷിഫ്റ്റ് ക്രോസ് ബോ, ഗുഡ്. യൂസ് ചെയ്ത വെപ്പൺ ക്രേറ്റിനകത്ത് ഐറ്റംസ് ഉണ്ടായിരിക്കും. മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ശരിക്കും നല്ല തന്നെയാണ് ബ്രോ, നിങ്ങൾ പറഞ്ഞ പോലെ. യെസ്, ഓൾ ദ വെപ്പൺസ് ഐ ടുക്ക് ഫ്രം ദി ഗെയിം അതിനകത്തുണ്ട്. ഇനി വേണ്ടിയത് വെണ്ടി കൊണ്ടുപോയി അവിടെ ഇടാം. കട്ടായി. സ്റ്റോണായി. മിഷൻസ് എന്തായാലും നോക്കട്ടെ. ഹെഡ് ഔട്ട് ടു ദ ഫാം, ക്രോക്ക്ഡ് ക്രീക്ക് ഫാം.
സോ നമ്മളിപ്പോൾ പിന്നെയും ഓക്കെ. സോ ബാക്ക് ടു ദ ഗെയിം. Head out to the farm. ഇത് റൺ. നിങ്ങൾ പറയുന്ന പോലെ തന്നെ നമ്മൾ ഫാമിലേക്ക് പോകുന്നു. റെക്കോർഡിംഗ് അല്ലേ എന്ന് കൺഫേം ആക്കുന്നു. റെക്കോർഡിംഗ് ആണ്. താങ്ക്സ്. സോ കാരണം നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടതിന് മുന്നത്തെ 3-4 വീഡിയോസ് 4 ടൈം ഞാൻ റെക്കോർഡ് ചെയ്യാൻ നോക്കിയിട്ട് റെക്കോർഡ് ആവുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും റെക്കോർഡ് ആവുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് റെക്കോർഡിങ് കട്ടായി പോവുകയും ചെയ്യും. സോ ഇപ്പം നമുക്ക് നല്ല റെക്കോർഡിങ്ങിൻ്റെ ഒരു സോഫ്റ്റ്വെയർ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ലുക്സ് നൈസ്. സുസിമോൾ എന്താ ഇവിടെ ചെയ്യുന്നത്? It is very cunning. I once wasted all my ammo on him. Ravages. Okay, Susi ഇവിടെ എന്താ ഉള്ളത് നോക്കട്ടെ. വന്ന സ്ഥിതിക്ക് ഇവിടെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആമോ അല്ല, കിട്ടിയിരിക്കുന്നത് ബിയറാണ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ക്രോസ് ദി റിവർ ക്രോസിംഗ്. സൂസി ഇംപ്രസ് ആയോ കുട്ടീനി? സൂസേ ആയിക്കോട്ടെ. പിന്നെന്താ പറയാനുള്ള സൂസിക്ക്? There is always something rustling in there. Okay. The phone can be used, phone can be used in the box. ഇപ്പോൾ വലിയൊരു ആപത്തിലേക്കാണല്ലേ ഞാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ യൂസ് ചെയ്യാനൊന്നുമില്ല. സൂസി പറഞ്ഞ പ്രകാരം സർവൈവറിൻ്റെ അടുത്തിട്ട് സംസാരിക്കാൻ പോവാം. വളരെ പതുക്കെ നമുക്ക് പോയി നോക്കാം. അവിടെ നിന്ന് ചോരയൊക്കെ തെറിക്കുന്നേ. വളരെ പതുക്കെ നമുക്ക് ഗെയിം സെറ്റ് ചെയ്യാം. ആരോ ഒരാൾ ഡെഡായി കിടപ്പുണ്ട്. ആക്ച്വലി ഇത് മുഴുവൻ എടുത്തു. ഇതെന്താ സാധനം? എന്തോ ഐറ്റമാണ്. നമ്മുടെ വേസ്റ്റും കുപ്പിയൊക്കെയാണെന്ന് തോന്നുന്നു. ഇവരെങ്ങനെ ഡെഡായി? ഓ, സർവൈവർ. ഓക്കെ ഗുഡ്. സോറി അണ്ണച്ചി. അണ്ണെന്തെങ്കിലും പറഞ്ഞായിരുന്നു അണ്ണ? പറ. യു കുഡ് ഹെൽപ്പ് മീ വിത്ത്. ഓക്കെ, പറഞ്ഞോളൂ. ശിവനെ വരുത് ഇങ്ങനെ വീക്കിൽ ഡീൽ അണ്ണ, ഡീൽ. ടാസ്ക് കംപ്ലീറ്റ് ആയി. കിൽ റാവേജ്. നിങ്ങൾ എൻ്റെ കൂടെ വരുവാണ് ഇങ്ങനെ? ഐ സി, നിങ്ങളൊരു കില്ലാടി തന്നെ. ഇതാണ് പറഞ്ഞ ഹെയർ സ്റ്റാക്കിനടുത്ത് ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞ ഇതാണല്ലേ? താങ്ക് യു. അപ്പോൾ ഹെയർ സ്റ്റാക്കിന് അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ നോക്കിയും കണ്ടു ചെന്ന് കയറിയില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. നമുക്ക് തള്ളെ പുറകെ കൂടെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഫസ്റ്റ് അറ്റാക്ക് നമ്മുടെ ആകുമ്പോൾ കുറച്ച്
ഫസ്റ്റ് അറ്റാക്ക് നമ്മുടേതാകുമ്പം കുറച്ച് ലൈഫ് കൂടുതൽ നമുക്ക് അവരെ നിന്ന് എടുക്കാൻ പറ്റും. ഓ കാള, ഇവൻ്റെ എന്താ ഉള്ളത് നോക്കട്ടെ. വളരെ ചെറിയ സാധനം പോലും വലിയ എന്തോ സംഭവം എന്ന് പറയുന്നുണ്ട്. സീന് പപ്പി ഉണ്ട് എടുക്കാൻ, പക്ഷേ അവരോട് എന്തോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ പോയാലോ? അല്ലെങ്കിൽ ഇതുവഴി പോയിട്ട് നോക്കാം എന്താ സംഭവിക്കുന്നത്, നോക്കി നോക്കാം. ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഹെയർ സ്റ്റാക്കിൽ കയറുമ്പോൾ ആൾ വരും, ഉറപ്പായിട്ടും വരും. നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യേണ്ടി വരും. ഗുഡ് ജോബ് കുട്ടാ, ഗുഡ് ജോബ്. പക്ഷേ എൻ്റെ വെപ്പൺ തീരാണ്. ചക്കരയെ ഞാൻ വെപ്പൺ എടുക്കാണ്ട വന്നത് ഈ ഒരു സാധനം കണ്ടിട്ട്. നന്നായി. ഞാനെന്നാ പോയിട്ട് വന്നാലോ? എന്താ നിൻ്റെ അഭിപ്രായം? വെപ്പണൊന്നും ഇല്ലാണ്ട് ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ കുട്ടാ? അപ്പം അങ്ങനെ ആയിക്കോട്ടെ ലാവണ്യരെ, ഞാൻ പോയിട്ട് വരാം. ഇപ്പം വരാം കേട്ടോ. നീ എഴുന്നേക്ക് പെണ്ണേ, നീ ഇങ്ങനെ കിടക്കാണ്ട്. സോ ഗൈസ്, നമ്മുടെ ഉള്ള വെപ്പൺ തീർന്നു. നമുക്ക് പോയിട്ട് കുറച്ച് നല്ല വെപ്പൺ വേണ്ടി വരും. ശരി, നമ്മുടെ കയ്യിൽ കുറച്ച് വെപ്പണുണ്ട്. അതെടുത്തിട്ട് തിരിച്ചു വരുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഗണ്ണൊഴിച്ച് ബാക്കിയുള്ള എല്ലാം മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ വെപ്പണും നമുക്ക് എടുത്തിട്ട് വരാം. ഓക്കെ, നമ്മൾ വീട്ടിലോട്ട് വരുന്നുണ്ട്. ടൈമുണ്ട്, 1 ഡേ ടൈമുണ്ട്. ഓക്കെ, നമുക്ക് നേരെ വീട്ടിൽ വരാം. വീട്ടിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോകാം. വെപ്പൺ എടുക്കുന്നതിന് മുന്നേ ഇത് തൊട്ട് എന്താ കിട്ടാൻ നോക്കട്ടെ. ഒന്നും കിട്ടാൻ പോകുന്നില്ല. ജസ്റ്റ് ചാർക്കോൾ തിങ്. ചാർക്കോൾ. ഓക്കെ, ഇത് കിട്ടി, കട്ട കിട്ടിയിട്ടുണ്ട്. അയ്യോ, ഞാനിവിടെ നിൽക്കുന്നൊരു ബുദ്ധിമുട്ടായ കുട്ടാ. പോട്ടെ, കാണണ്ട എനിക്കമാർ. ഇനിയുള്ള എന്താ? ബിയർ. ഓക്കെ, അവിടെ വെച്ചു. പിന്നെയുള്ളത് കയറ്, ഈ സാധനം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് പുലിത്തോല്. ബാക്കി ഇത് ഫുഡിൻ്റെ കൂടെ വയ്ക്കാൻ സ്ഥലമില്ല. വാട്ട് ഈസ് ദിസ് ഷിറ്റ്? എന്ത് സാധനമാണെന്നറിയില്ല. ബോക്സിൽ വെക്കാനും പറ്റില്ല. സോ ഇതറിയാവുന്നവരൊന്ന് കമൻ്റ് ആക്കാവും ഇതെന്താ സാധനം എന്നുള്ളത്. ഇനി ഇത്
പറ്റില്ല. ഷെൽഫിൽ പറ്റില്ല. ഷെൽഫിൽ നോക്കട്ടെ, അല്ല പേപ്പറോ പേനയൊക്കെയാണോ നോക്കിയത്. വാട്ട് ഈസ് ദാറ്റ് ഷിറ്റ്? ജസ്റ്റ് വേസ്റ്റ് മാത്രമാണോ ഇത്? ഒരു ഡൗട്ടുണ്ട്. നമുക്കതിന് കൊടുത്തിട്ട് ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. പോവില്ല. ഓക്കെ, നമുക്കിതെന്താ ഐറ്റം ഒന്ന് കണ്ടുപിടിക്കണമല്ലോ. ലെറ്റ് മീ ചെക്ക് വാട്ട് ഈസ് ദിസ് ഐറ്റം. ട്രാഷ്. കമ്മോ, ഇത് കുറേ ട്രാഷ് മാത്രം, ഇത് യൂസൊന്നും ഇല്ലത്. ഓട്, വെറുതെ വന്നിട്ടുണ്ട് പറയാൻ ട്രാഷും കൊണ്ട്. സോ നമ്മൾ ഇനി പോകുമ്പോൾ വളരെ സെറ്റായിട്ട് സാധനങ്ങളുമായിട്ട് പോവാം. ഓൾമോസ്റ്റ് നമ്മുടെ അണ്ടർവെയർ വരെ കിഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പൂർവാധികം ശക്തിയോടെ സാധനങ്ങളുമായിട്ട് നമുക്ക് പോയിട്ട് അറ്റാക്കായിട്ട് വരാം. വയ്ക്കും. തൊപ്പി വേണ്ടല്ലോ, വേണ്ട. സി അല്ല, ഇതൊക്കെ എടുത്തായിരുന്നല്ലോ ഞാൻ. ഹോക്കി സ്റ്റിക്കും വാളും പിന്നെന്താ കയ്യിൽ ഇതും. ഓക്കെ, ഇനിയുള്ളത് 45, ഇത് 30. അറ്റാക്കിങ് 30 ഉണ്ട്. 18, 15, 45. ഇത് കൊള്ളാം. ഇത് കുറച്ച് ഹെവി ഐറ്റമാണ്, പക്ഷേ ഇത് കുറച്ച് സ്പീഡുള്ള സാധനം തോന്നും. പിന്നെ നമുക്ക് എടുക്കാനുള്ളത് നമ്മുടെ ലൈഫ് പാക്സ്. ലൈഫ് പാക്സ്. മിക്കവാറും ബാൻഡേജ് ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക. ബാൻഡേജ് എടുത്തു. ഓക്കെ, പോകുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു സാധനം കൊണ്ട് എടുത്ത് വിട്ടേക്കാം. ബിക്കോസ് ചെറിയ ലൈഫിൻ്റെ റീസ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ വെറുതെ ബാൻഡേജ് യൂസ് ചെയ്ത് തീർക്കണ്ട. സോ നമുക്ക് തിരിച്ച് ഫാമിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ബാക്ക് ടു ഫാം. ഇതൊന്നും വേണ്ട, ഇതിലും മികച്ച ഒരു പരിപാടിയിലേക്ക് പോവുകയാണ്. അന്തരിച്ചില്ലെങ്കിൽ തിരിച്ചു വരാം. ഓട്ടോ കിട്ടില്ല. ഓട്ടോ ഇല്ല, ഓടണം. ആക്ച്വലി ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ട്രാക്ടർ, ഫാം സെറ്റപ്പ് കൊള്ളാം. നമ്മളവിടെ സർവൈവറിനെയും പുറത്തിറക്കി നിർത്തി പാലത്തിൻ്റെ ഇപ്പുറം കൊണ്ട് നിർത്തിയിരിക്കും. ഇനി അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവും അറിയത്തില്ല. പക്ഷെ ആളൊരു മിടുക്കനാണ്, നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് അടികൊള്ളാൻ. സോറി, ഒരു പ്രത്യേക നിമിഷത്തിൽ നിങ്ങളെ എനിക്ക് വിട്ടുപോകേണ്ടി വന്നു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. റെഡിയെ പാക്കറോ അവൻ പൊണ്ണെ തൂക്കറോ. ഓക്കെ, ലെഫ്റ്റ് പോകണം റൈറ്റ് പോകണം? ഇത്ര ദൂരം പോരുത്, അങ്ങ് അടുത്തോട്ട് പോവാ. ഓക്കെ, ഇവരെല്ലാം ഇവിടെ കൂട്ടത്തോടെ നിൽക്കണം. ഓക്കെ, മനസ്സിലായി. നമ്മൾ അതിനിടയിലോട്ട് ചെന്ന് കയറണമെന്നാണ് നീ പറയുന്നത് അല്ലേ? ഇവിടെ ചെല്ലുമ്പോൾ തന്നെ എന്തൊക്കെയോ ബാധിക്കുന്നുണ്ട് നമുക്ക്. ഇവരെല്ലാവരും കൂടെ ഇവിടെ എന്തോ കളിക്കുന്നേ?
ഏതോ ഒരെണ്ണം അവിടുന്ന് റോമിങ്ങിലൊക്കെ വരുന്നുണ്ട്. റോമിങ് സോംബി ആണോ ഇനി അത്? സോംബി കിട്ടാ. എൻ്റെ പൊന്നു കാള. ഓടിയാ മിടുക്കൻ. കാളയ്ക്ക് കുത്താനുള്ള ഗ്യാപ്പ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. കാളയാണെങ്കിൽ ഓടിക്കുമോനെ. ഓടിക്കോ. ഇപ്പം വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ മോനെ ഞാനും ചാടും കേട്ടാ. ഈ കാള ഇത് ഇവിടെ കയറി വരുമോ? നിന്നെ കുത്തിക്കോട്ടെ. 200 പോയിന്റ് ഉണ്ട്. ആ കാളയെ കൊല്ലാൻ പറ്റുമോ? നമ്മളിതെടുത്ത് എക്വിപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇറങ്ങാം. കാളയെ കൊന്നല്ലേ പറ്റുള്ളൂ. എൻ്റർ. അത് കുത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കുത്തി നമ്മൾ ഡെഡ് ആവുമെന്ന് കേട്ടിട്ടുണ്ടെന്നല്ല, നമുക്കൊരു തവണ അനുഭവം ഉണ്ടെന്ന് തോന്നുന്നത്. ഫസ്റ്റ് കുത്തിയിട്ട് നമ്മളെ കൊന്നേ. ഓക്കെ, കാള പോയി എന്ന് കരുതുന്നു. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ മോനെ? ഇവിടെ ഈ സംഘം ഇതുവരെ തീർന്നില്ല. ഇവിടെ നമ്മൾ ചെന്ന് കയറി കഴിഞ്ഞാൽ പണി കിട്ടുമെന്നുള്ള ഉറപ്പായി. കാലയുടെ ഇടയ്ക്ക് ആരെങ്കിലും ഒരാൾ നമ്മളെ കണ്ടിട്ട് വന്നാലും ടാസ്ക് ഇല്ലായിരുന്നു. പുറകെ കൂടെ പോയി അറ്റാക്ക് ചെയ്യേണ്ടി വരും. ആദ്യത്തെ പുറകെ കൂടെ പോയി അറ്റാക്ക് ചെയ്യാം. അതാണ് നമുക്ക് ആകെ കിട്ടുന്നൊരു ബെനിഫിറ്റ്. അത് മാത്രമായിരിക്കും. എന്തൊക്കെ മേളമായിരുന്നു, എന്തൊക്കെ കൊണ്ടാ പോയത് അറ്റാക്ക് ചെയ്യാൻ. ആയിക്കോട്ടെ. ഇറ്റ്സ് ടൈം ടു ഹണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കട്ടെ, ഇതിനകത്തൊരു ഗണ്ണ് ഞാൻ എടുക്കുവാണ് ബ്രോ. ഇല്ലെങ്കിൽ നടക്കും തോന്നില്ല. ഇതൊരെണ്ണം എടുത്താലോ? ഈ ഒരു ഗണ്ണെടുക്കാം തൽക്കാലം, വെറുതെ ചുമ്മാ. ഞാനിപ്പോൾ ഇവിടെ നേരെ അങ്ങോട്ട് ചെന്ന് കയറി നോക്കാം. പക്ഷേ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ഡെഡ് ബോഡിയും എല്ലാം കൊണ്ടൊക്കെ എടുത്ത് അവരെ മതിലിൻ്റെ അവിടെ ഡോറിൻ്റെ അവിടെ കൊണ്ടുവന്നിടും. അവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ പറക്കിയെടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഗണ്ണ് ഇപ്പോൾ പോകും. ഇവിടെ ടൈം ഔട്ട് കാണിക്കുന്നുണ്ടല്ലോ. ടൈമർ 6 സെക്കൻഡ്, 5, 4, 3, 2, 1, 0. അത് എന്താ ചെയ്യുന്നേ? ഓ, റൈഡേഴ്സ് മുങ്ങി അതും കൊണ്ട്. അങ്ങനെയല്ലേ, അതാണ് ആ ഒരു മിഷൻ. ബാസീഗർ, എൻ്റെ കൂടെ ഒരു ബാസീഗർ ഉണ്ടായിരുന്നു. അവൻ ഡെഡായോ?
ഇത്തവണ നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളെന്ന് തോന്നുന്നു. അല്ല, ബാസികറുണ്ട്. ബാസികർ ഇവിടെ നമ്മുടെ പെട്ടിയെ സംഭവമൊക്കെ ഇവിടെ. അതപ്പോൾ അവരുടെ ഇടയിലാണ് കിടക്കുന്നത്. പോയിട്ട് കാര്യമില്ല. ബാസികർ ആരെങ്കിലും കൊന്നോ? ബാസികർ ആരെയും കൊന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചത്ത ഇവരൊക്കെ. ടേക്ക് ഓർഡർ. എക്യുപ്പ്. ഹോട്ടൽസ്. എക്യുപ്പ്. നമ്മൾ പഴയ പോലെ ആയി എന്ന് തോന്നുന്നു. ഓക്കെ, വോൾഫ് ടാസ്ക് ആണ്. എന്നാലും നീ നടന്ന് ബഹളം വയ്ക്കല്ലേ പപ്പിക്കുട്ടി. ഓക്കെ, ഗുഡ് ജോബ്. അതാ ബുള്ളാണെന്ന് തോന്നുന്നത് ഒരു കറങ്ങുന്നത്. കിൽ റാവേജർ. Where is that Ravager? I see. ചാക്കിനകത്ത് എന്തെങ്കിലും സാധനം ഉണ്ടാവും, ഉപയോഗമുള്ള വല്ലതും ഉണ്ടാവുമോ? കുറച്ച് മെഡിക്കിറ്റ്. വെളിച്ചെണ്ണയും കൂണുമോ? കൊള്ളാം. ഒരത്യാവശ്യത്തിന് ഇരിക്കട്ടെ. ഒരാവശ്യം വന്ന് ചാമ്പം പിടിച്ച്. ഇൻഫെക്റ്റഡ് ബുള്ളാണത്. ഇൻഫെക്റ്റഡ് ബുള്ളാണ്. ഓടിക്കോ, എന്നിട്ട് കാര്യമില്ല ഇവിടെ. ഈ മാപ്പ് ശരിക്കും കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നുമില്ല. ആ എൻട്രിയോടെ എക്സിറ്റോടെ ഒന്നും അറിയുന്നില്ല. മിക്കവാറും പോയി ഫടമാവും. കിൽ റാവേജർ. നീയാണോ റാവേജർ? അല്ല. ഓക്കെ, കൂടുന്ന ഗാവൻ ജോസഫ് ആവുക. ആ പോത്ത് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് അവിടെ അകത്ത് അടിക്കണം അവൻ. മിണ്ടാതെ നിൽക്കാം, പോവുമായിരിക്കും. സൗണ്ട് ഏൽപ്പിക്കരുത്. പതുക്കെ പതുക്കെ, വളരെ പതുക്കെ. എല്ലാ സാധനവും കൊണ്ട് എടുക്കും. കീ എടുക്കൂ. കീ ഉടയ്ക്കുന്നേ. ചാർക്കോള് വിത്ത് കളയാം. യൂസ് ചെയ്യട്ടെ. ഓക്കെ, മനസ്സേ
നിനക്കെന്താ അതിനകത്തൊന്നും വേണ്ടേ? നീ വെറുതെ ബാഗും തൂക്കി നടക്കാണ്ട് എന്തെങ്കിലും അടുക്കള ഇറക്കാം. വെളിച്ചെണ്ണ, തേങ്ങ, ഇതൊക്കെ എന്ത് സാധനം ഇത്? കേട്ടോ, ഇതുവരെ കറക്റ്റാണ്. നമ്മൾ ഡെഡാവും മോനെ, ഡെഡായി. മെഡിസിൻ വേണം. അടുത്ത വട്ടം പോകുമ്പോൾ മെഡിസിനും എല്ലാം കൊണ്ടുവേണം പോകാൻ. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടാകുമല്ലോ. ഉണ്ടാകും. യെസ്. ഇനി ഇവിടെ നമ്മൾ പോകുന്നത് എങ്ങനെയായിരിക്കും? ടേക്ക് ഓട്ടോ സെലക്ട്. ഈസി. ഓക്കെ, താങ്ക്സ്. മറ്റെന്തെങ്കിലും? ഒന്നുമില്ല. ഈ ഗ്ലൂ എവിടെ വെക്കുന്നത് ശരിക്കും? ഓക്കെ, വയ്ക്കാം. ഐറ്റംസ് ഇൻ ദ ബോക്സ്. ഗുഡ്. അവിടെ വെച്ചോ. ഇരുവണ്ണത്തിൽ പുറത്തായോ? മറ്റേത് ഈ സാധനം തപ്പിയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരുന്നേ കുറേ. ഇത് 2 എണ്ണം ഇങ്ങോട്ട് പോരെ, ആവശ്യമുണ്ട്. ഓക്കെ, ഇതൊക്കെ ചെയ്യേണ്ട. നേരെ നമുക്ക് അങ്ങോട്ട് ചെന്ന് കയറിയാൽ മതിയാവും. പക്ഷേ ഒരു ഗണ്ണെടുക്കുന്നത് നന്നായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അവിടെ ചെന്നിട്ട് ചിലപ്പോൾ ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലോ. ദിസ് ഐ വിൽ ടേക്ക്. എക്യുപ്പ്. അല്ലെങ്കിൽ വേണ്ട, ഇത് എക്യുപ്പ് ചെയ്താൽ മതി. എക്യുപ്പ്. ഇനിയുള്ളത് ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ബാൻഡേജ് ഇല്ല. നമുക്ക് പിന്നെ ഫാമിലോട്ട് പോയി നോക്കാം. തവണ പോകുമ്പോൾ കുറച്ച് ഉള്ളിലോട്ട് നമ്മുടെ ഐറ്റംസ് കിടക്കുന്നത്. പക്ഷേ നമുക്ക് അവിടെ നിന്ന് എടുത്തേ പറ്റുള്ളൂ. ക്രൂക്കഡ് ക്രീക്ക് ഫാം തന്നെ ഇത്, കറക്റ്റ്. ക്രൂക്ക്ഡ് ക്രീക്ക്. സതീർത്യൻ, കമോൺ, ഇങ്ങോട്ട് വാ. ഇവിടെ ആയിരുന്നു നമ്മൾ പോയത്. ഇനി പതുക്കെ വന്നാൽ മതി. ഇവിടുന്ന് എല്ലാവരും മാറിത്തന്നതിൽ സന്തോഷം ഉണ്ട് കേട്ടോ. നന്ദി ഉണ്ടേ.
പകരം ഇതിവിടെ വയ്ക്കാം. ഓക്കെ, മെഡിക്കിറ്റ് എവിടെ വയ്ക്കുന്ന മോനെ? ഓ, മെഡിക്കിറ്റ് പോയാ. തൽക്കാലം വെളിച്ചെണ്ണോട് വയ്ക്കുക. മെഡിക്കിറ്റ് എടുത്ത് ഇവിടെ ഇട്ട് വയ്ക്കാം. ഓക്കെ, വാട്ട് നെക്സ്റ്റ്? சொல்லுங்க பாண்டிதுரை, என்ன பண்ணுறது? ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ ഇങ്ങനെ ഒളിച്ചും പാത്തും ഇരുന്നാൽ മതി. മാറാം അങ്ങോട്ട്. ചേട്ടാ, ചെറുക്കിനെ കൊണ്ട് വലിയ ശല്യമല്ലോ. എന്നാൽ നീ ഇങ്ങോട്ടോ. ആ, അങ്ങനെ മാറ്. പോണ്ടേ പുറത്ത്? എടാ, നമുക്കിന്ന് പോണ്ടേ? ഇങ്ങനെ നീ പോടേ, നീ ഇങ്ങോട്ട് വാ. ആ, എന്നാ പോ. മാറടാ. ഇടാം. ഓക്കെ, റാവേജറിനെ കില്ലാനാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ റാവേജർ കാണൂലേ? അങ്ങനെയെങ്കിൽ അൺലോക്ക്. പെട്ടി തുറക്കാം, സാധനമൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ സാധനം ഓക്കെ. ടേക്ക് ഓൾ. എന്താ സാധനമല്ലേ ഇതൊക്കെ? ഓക്കെ, എടുത്തു. കിൽ റാവേജർ. ഓക്കെ, റാവേജറിനൊക്കെ എടുക്കുന്നതിന് മുന്നേ ആദ്യം പെട്ടി എടുക്കാം. പെട്ടി എടുത്തിട്ട് പുറത്തുകൊണ്ടുപോകാൻ പറ്റുമോ നോക്കി നോക്കാം. കൂടെ പോര്. വന്ന വഴി അല്ല, അതെ, വന്ന വഴിയെ തിരിച്ചു പോവാം. കുറച്ച് പെട്ടി ചുമന്നാടാ പട്ടി. വളരെ മെതുവാ കൊണ്ടുപോവാം. ശരി, നമ്മൾ ഈ പെട്ടി ഇത് ഇങ്ങോട്ടാ കൊണ്ടുപോകേണ്ടതെന്ന് അറിയത്തില്ല. നമുക്കുള്ള പെട്ടിയാണോ എന്നും അറിയത്തില്ല. മിക്കവാറും ഇത് തിരിച്ച് അതുപോലെ അകത്തോട്ട് കൊണ്ടുപോകേണ്ടി വരും. എന്തായാലും നോക്കാം. ഈ പെട്ടി കൊണ്ടുപോയി നമുക്ക് ഗേറ്റിന് പുറത്ത് വെച്ചിട്ട് വരാം. ഓക്കെ, ഇത് തന്നെ വഴി. ക്രൂക്ക്ഡ് ക്രീക്ക് ഫാം. ഇനി പെട്ടി കൊണ്ട് നേരെ വീട്ടിൽ പോയല്ലോ. സദ്യർത്തിനൊന്നും ചമക്കായിരുന്നു പെട്ടി. വെറുതെ എന്നെ കൊണ്ട് മാത്രം ഇങ്ങനെ പെട്ടി പിടിപ്പിക്കാന്ന്. കിടക്കവിടെ. ഒറ്റടിക്ക് പൊട്ടിക്കട്ടെ. പറ്റില്ല കിട്ടോ. ഇനി നമുക്ക് തിരിച്ചു വിട്ടാം. സദ്യർത്തി പോരെ. അവിടെ വേറെന്തോ ഒരു സംഭവം കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ എടുക്കാനുള്ള സ്ഥലമില്ല. ഓക്കെ, ഇതെന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ?
അല്ല, ഞാൻ തന്നെ ഇപ്പോൾ ഡെഡാവും. കാരണം ഞാൻ തന്നെ ഇപ്പോൾ മരിക്കുന്നതായിരിക്കും. ഓ ഷിറ്റ്, ഇനി ആ പെട്ടി കൊണ്ട് ഇവിടെ വരണമല്ലോ. എന്താ ഇത്? നിന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണ്ട മോനെ? ഇത്രയും നേരം പെട്ടി കൊണ്ട് കളഞ്ഞിട്ട് വേണ്ട, ഇവിടെ ഉള്ള ഇവനെ കൂടെ തട്ടിട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ നടക്കില്ല. ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്. പെട്ടി കൊണ്ടുപോയതൊരു പൊട്ടത്തരമായിപ്പോയി, വളരെ വലിയൊരു പൊട്ടത്തരമായിപ്പോയി. ബാൻഡേജ് ഉണ്ട്, ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. എന്തായാലും ഇവിടെ തുറന്നു നോക്കാം. തുറക്കട്ടെ. ഓ, കാര്യമായി. തുറക്കാൻ പറ്റില്ല. ഇത് ബുള്ളാണെങ്കിൽ നമ്മൾ ഈ വഴിക്ക് വരില്ല. ബുള്ളല്ല. തിരിച്ചു വരുവാടാ, നീ വെയിറ്റ് ചെയ്യ്. നമ്മളോട് നേരെ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഇനി ആ പെട്ടി ഞാൻ പോയി എടുത്തിട്ട് വരണമല്ലോ. നീ ഒരു കാര്യം ചെയ്യും, നീ പോയി എടുത്തിട്ട് വരുമോ? ഞാൻ ഇവിടെ നിൽക്കാം. നീ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ഓട്ടം ഓടാം, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? കമാൻ, എടുത്ത കൈ പിടിക്കോ, ഓടിക്കോ. ഇവിടെ നിന്ന് നേരെ സാധനം തൂക്കി പോവാം. ആക്ച്വലി അതിന് മുന്നേ എനിക്ക് തോന്നുന്നൊരു ബെസ്റ്റ് ഐഡിയ എന്ന് വെച്ചാൽ ഈ ട്രങ്കിനകത്ത് ഇവിടെ ട്രങ്കിനകത്ത് ഉള്ള സാധനങ്ങൾ മൊത്തം വയ്ക്കാം. കുറച്ച് നല്ല ഐറ്റംസൊക്കെ എടുത്തുകൊണ്ട് വയ്ക്കാം. ഗണ്ണൊക്കെ ഇവിടെ വയ്ക്കാം. പിന്നെ ഓക്കെ, കുറച്ച് സ്പേസ് ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ. എന്നിട്ട് നമുക്ക് പെട്ടിയായിട്ട് പോകാം. ബാക്കി കുറച്ച് ഐറ്റം ഈ പെട്ടിയിൽ വെച്ചാലോ? എന്താ, മീനകത്തോട്ട് കയറണ്ടല്ലോ. പൊട്ടോളൂ, ഞാൻ അകത്ത് പോയി സാധനം എടുത്ത് തിരിച്ചു വന്നിട്ട് ഇതൊക്കെ എടുത്തോളാം. ഓക്കെ ഗൈസ്.
എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവനവിടെ പോയി നാറി. സതീർത്തിയൻ നാടുവിട്ടോ? വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നു ഗൈസ്. നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെട്ടി കൊണ്ടുപോയതൊരു പൊട്ടത്തരായിപ്പോയി. പിന്നീടാണ് നമ്മൾ ആ സോ കണ്ടത്. ഓക്കെ, എനിവേയ്സ് ചിലപ്പോൾ സോയുടെ സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ടാരും എന്താ ഇവിടെ വിശേഷം? ഇവിടെ തന്നെ നിന്നളഞ്ഞ എന്താ? ഒരു ബാഗും ഇല്ല, ഒന്നുമില്ല. ഒരു കമ്പിപ്പാറയായിട്ട് ഇറങ്ങിയിരിക്കുക. വെക്ക്, കറങ്ങല്ലേ. ഇത്രയും വന്നിട്ട് അലമ്പ് കാണിക്കല്ലേ. ശരിടാ, നിർബന്ധം വിട്ടിട്ട് ഇങ്ങോട്ട് ഈ ചെറുക്കത് ഇങ്ങോട്ട് പോകണം. ഇവ സമ്മതിക്കൂല, ഇന്ന് ഡെഡാക്കും. അവിടെ കൊടുക്കടാ. ഓക്കെ. നല്ല സൗണ്ട് ഉണ്ട്. ഇനി ഈ സൗണ്ട് കേട്ടിന് ബുള്ളും കൂടി വരാനുള്ളൂ. ഐ സി. അപ്പം അത്ര ഈസി ആയിട്ട് ഈ സാധനം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇനിയും നമ്മൾ പോകേണ്ടി വരും. അതിനുള്ള എനർജി ഉണ്ടാവട്ടെ. നമ്മൾ ഡയറക്റ്റായിട്ട് പോവാണ്. കാരണം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് പോയി നോക്കാം. അതിനുള്ള എനർജി ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ഫാമിൽ പോകുന്നു. ആ ബസ്സോയിൽ നമ്മൾ ഒന്നുകൂടെ ഇടേണ്ടി വരും. അത് 43 ഉണ്ട് എനർജി. 33 കിലോമീറ്റർ. ഇത് ലാസ്റ്റാണ്. ഈ പോയി കഴിഞ്ഞിട്ട് ഇത് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് നടന്നു വരേണ്ടി വരും. കമോൺ ഗൈസ്. വെപ്പൺ ഇത് വെക്കപ്പ് ചെയ്യാം. ഒരാവശ്യത്തിന് പോലെ. നോ താങ്ക്സ്. അഹങ്കാരം കാണിക്കേണ്ട, പതുക്കെ പൊക്കോ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവരെയൊക്കെ തട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതവൻ തട്ടിപ്പോയോ? എടാ, നീ എങ്ങനെ ഇവിടെ വന്നു? നീ ചാമ്പി എല്ലാരെയും വിടുകൻ. ആയിക്കോട്ടെ, അതെന്തായിരിക്കും. പോവല്ലടാ. പ്രേമ, എനിക്ക് ദേശത്തെ വഴി അറിയില്ലാന്ന്. യൂസ് ചെയ്യണം? വേണ്ട. ഇതെൻ്റെ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടെന്ന് അറിയും.
ഓ സൂപ്പർ ഡ്യൂപ്പർ. ഇതൊക്കെ യൂസ് ചെയ്യാം. മതി മതി, നല്ല മെഷറുമൊന്നും വേണ്ട ഇനി. എക്യുപ്പ് 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 എടുത്തു. ഡയറി പറഞ്ഞാൽ പറ്റുള്ളൂ. ഓക്കെ, ലിക്കറിന് വേണ്ട പോട്ടെ. ഇതെടുത്തു. എക്യുപ്പ്. ഇതൊക്കെ എടുക്കാം. സോ ഇതൊക്കെ ചെയ്യാം. 60 ഡാമേജുള്ള സാധനം, സീന് സാധനം. തൽക്കാലം ഇത് മതി. പച്ച പെയിൻറ്റ്, ചുവന്ന പെയിൻറ്റ് കുറേ ഉണ്ടല്ലോ. എന്തായാലും നല്ലൊരു ലൂട്ടാണ് നമുക്ക് കിട്ടിയ ഇവിടുന്ന്. എന്തായാലും നമുക്ക് തിരിച്ച് വീട്ടിലോട്ടിന് ഓടിപ്പോയിട്ട് തിരിച്ചു വരാനുള്ള എനർജി ഉണ്ടാവില്ല. അപ്പം നമുക്ക് കുറച്ച് ഐറ്റംസ് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഒരു ഗണ്ണ്. ഓക്കെ, ഈ ഒരു ഐറ്റം മാത്രമേ പറ്റുള്ളൂ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്കിവിടെ പോയിട്ട് ഇവിടെ എന്തെങ്കിലും വെക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു കണ്ണിന് പകരം നമ്മൾ പോയിട്ട് എന്തെങ്കിലും എടുത്തിട്ട് വരാമല്ലോ. ഇവിടുന്ന് നമുക്ക് ഈ സാധനം എടുക്കാം. പക്ഷേ ഈ സോഡ കുപ്പിയുടെ അടപ്പ് ഇതെന്താ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്? യൂസ് ഓക്കെ, കാര്യമായി. ലിക്കർ വേണോ? വേണ്ട, ഇത് യൂസ് ചെയ്യാം. ഫൈൻ. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് കളയാൻ പറ്റുന്ന സാധനങ്ങളേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് എടുത്ത് വെച്ചേക്കാം. നമ്മുടെ കയ്യിൽ ഓക്കെ, ഇവിടെ പോയി കഴിഞ്ഞാൽ ബാൻഡേജ് എടുത്ത് വയ്ക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ബാൻഡേജസ് പെയിൻറ്റ്സ്. തൽക്കാലം ഇതങ്ങോട്ട് പോക്കോ. ഇതിങ്ങോട്ട് വന്നോളൂ. എന്നിട്ട് ബാൻഡേജ് എടുത്ത് ഇവിടെ വെച്ചു. ഓക്കെ, പെയിൻ്റ് എടുത്ത് ഇവിടെ വെച്ചു. ഒരു ഫൈറ്റ് കൂടുതലോ ഇവിടെ നോക്കട്ടെ. ഇത് ഓപ്പൺ ആക്കാൻ പറ്റുമോ നോക്കി നോക്കാം. തൽക്കാലം ഇവരെടുത്ത് വെച്ചു. എക്യുപ്പ് ചെയ്തു. ഉപേക്ഷിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നുമില്ല. എന്ത് സൗണ്ട് കേട്ടെ? ഊഞ്ഞാൽ. അടിപൊളി. രണ്ട് മുട്ടം പോത്തുകളുണ്ട്. അതാണ് ടാസ്ക് ഉള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി നേരെ ഇതും കൊണ്ട് വീട്ടിലോട്ട് പോകാം. വീട്ടിൽ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. എന്തായാലും നന്നായിട്ട് ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയി. സോ ഓക്കെ, താങ്ക് യു ഗൈസ്. നമുക്കിനി വീട്ടിലേക്ക് പോകാം. ബേസിൽ പോയിട്ട് നമുക്കിതെല്ലാം സെറ്റ് ചെയ്തിട്ട് എന്തൊക്കെ നമുക്ക് കിട്ടിയെന്നുള്ളത് നോക്കാം. കുറച്ച് നല്ല ലൂട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. ഐ ലൈക്ക് ദിസ് ഗെയിം നൗ. കുറച്ച് കൊള്ളാം, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. പറ്റില്ല, അപ്പോൾ നടക്കുന്നുണ്ട്.
നടക്കാം. ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ. സി യു. താങ്ക്സ് ഫോർ ഓൾ ദ സപ്പോർട്ട്.